നമസ്കാരം പ്രിയരെ, നിങ്ങളെല്ലാവരും സുഖമായും സ്വസ്ഥമായി ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, എല്ലാവരും നൊയമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും മാനസാന്തരത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ ദിനങ്ങളൊക്കെ. എന്നാൽ നീതി പ്രവർത്തിക്കുകയും കരുണ കാണിക്കുകയും വിനയത്തോടുകൂടി ദൈവത്തോടുകൂടി നടക്കുന്നതും നമുക്ക് ആവശ്യമാണ്. ഞാൻ പലപ്പോഴുമായി നിങ്ങളോട് എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനൊരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴുമായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആര് മുഖാന്തരമല്ല ഞാൻ കർത്താവിലേക്ക് വന്നത്. എൻ്റെ ഒരു വിഷമ സമയത്ത് കർത്താവിൻ്റെ ഒരു വിഷൻ ഞാൻ കാണുവാനിടയായി. അതിലൂടെ എന്നെ വചനത്തിലേക്ക് നയിക്കുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വചനം പഠിക്കാൻ പോയി. അതുപോലും ദൈവനിശ്ചയമായിരുന്നു. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. യേശുവിനോടൊരു സ്നേഹമുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ആരോ പ്രേരിപ്പിച്ച് എന്നെ കൊണ്ടുപോയതോ പഠിപ്പിച്ചതോ ഒന്നുമല്ല പ്രിയരെ. എന്താ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് എനിക്ക് ഒരു കോൾ ലഭിക്കുകയുണ്ടായി. അതിലൂടെ എനിക്ക് അവർ വാർണിംഗ് തന്നു, ഇത് പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അവരെന്നെ ഭീഷണിപ്പെടുത്തി. അവരെന്നോട് ചോദിച്ചത്, ആരെങ്കിലും നിങ്ങൾക്ക് പണം നൽകിയിട്ടാണോ അല്ലെങ്കിൽ ജോലി പ്രോമിസ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇതിലേക്ക് വന്നതെന്നാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ ഇതിൽ സംഭവിക്കുന്നുണ്ടോ എന്ന്. പ്രിയരെ, ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ജോലിയിൽ നിന്നുകൊണ്ട് അവരുടെ അമ്മയെ അവർ നോക്കുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നത് പോലെ മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പോലെ മക്കളത് പാലിച്ചു വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഓരോന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെയും ദൈവം അങ്ങനെ ഒരു വഴി ഒരുക്കിയിട്ടില്ല. ഞങ്ങൾ വചനം പഠിക്കാൻ പോയിരുന്നു, പക്ഷേ അല്ലാത്ത ഒരു കാര്യത്തിലും ഞങ്ങൾ ഏർപ്പെട്ടിട്ടുമില്ല. ആർക്കും ദൈവിക വിളിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. ദൈവം ഒരാളെ വിളിച്ചാൽ അവൻ എങ്ങനെ നയിക്കണം, അവൻ എങ്ങനെ നടക്കണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. അതിനാൽ തന്നെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവനെല്ലാം അതാത് സമയത്ത് തീർത്ത് തരികയാണ് ചെയ്യുന്നത്. പ്രിയരെ, ഈ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളോട് സംബന്ധിച്ചാണ് ഇങ്ങനത്തെ ഓരോന്ന് ഉയർന്നു വരുന്നത്. നമ്മൾ വിശ്വാസികൾ ചെയ്യേണ്ട സംഗതികൾ ചെയ്യാതെ വരുമ്പോൾ മറ്റുള്ളവർ അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നീതിയോടെയും കരുണ കാണിച്ചും വിനയത്തോടും കൂടി കർത്താവിനോടൊപ്പം ചരിക്കുകയല്ലാതെ മറ്റെന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് മിഖ പഴയ നിയമത്തിലെ ആ ചാപ്റ്ററിൽ 6:8 ചോദിക്കുന്നുണ്ട് കർത്താവ്. അത്രമാത്രം കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരികളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഈ ഭീഷണിയുടെ സ്വരം തിരിച്ച് എനിക്ക് അവരോടൊരു കാര്യം ചോദിക്കാം. ഞാൻ വന്ന മതത്തിലും ഇതുപോലത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതെല്ലാം പറയാൻ പോകുവാണെങ്കിൽ നമുക്ക് അന്യോന്യം വഴക്കും ബഹളത്തിലും കലാശിക്കേണ്ടി വരും. ഒരിക്കലും നമ്മുടെ ഓരോ കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് പ്രിയ സഹോദരി, എൻ്റെ സഹോദരിമാരെ, അമ്മമാരെ ഞാൻ പറയുവാണ്, ഒറ്റയ്ക്ക് നിങ്ങൾ എങ്ങോട്ടും പോവാതിരിക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നും ആ ചൈതന്യം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നും മനസ്സിലാക്കി ആ സത്യദൈവത്തോട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും, എൻ്റെ ജീവിതാനുഭവം വെച്ചാൽ ഞാൻ പറയുന്നേ, അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂട്ടായ്മ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പോകണം, തീർച്ചയായിട്ടും പോകണം. പക്ഷേ നമ്മളൊരിക്കലും വഞ്ചിക്കപ്പെടരുത്, പറ്റിക്കപ്പെടരുത്. നമ്മൾ സത്യമായി
നീതിയോടുകൂടി നമ്മൾ കർത്താവിൻ്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് എവിടെയും ഒരു ജയജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഭീഷണിക്കും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു ദോഷവും നമുക്ക് ഭവിക്കുകയില്ല എന്നാണ്. പ്രിയരെ, ലോകത്തിൽ കഷ്ടതയുണ്ട്. പക്ഷേ കർത്താവ് അതിനെ ജയിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കും അതിനെ ജയിക്കുവാൻ സാധിക്കും. നമ്മൾ ജയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ പരിഭ്രമിച്ചും വിഷമിച്ചും അല്ല നമ്മൾ നിൽക്കേണ്ടത്. ഈ ലോകത്തിൽ വലിയവനായി നിൽക്കുന്നത് കർത്താവ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.